അപ്പം നമുക്കിന്ന് ഫാമിലി എല്ലാം കൂടെ ഒന്ന് ഔട്ടിങ്ങിൽ പോയല്ലോ. നമുക്ക് സൺഡേ ഒക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് പുറത്തൊക്കെ പോകുന്നത്. അല്ലാത്തപ്പം ഓരോരുത്തർ ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് പോകും. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മൾ പോകുന്നത് ലച്ചിവാല നാഷണൽ പാർക്കിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് നല്ല ലോങ് ആയിരുന്നു. പിന്നെ അവിടെ ഓരോരുത്തരായിട്ടും സ്ട്രോബെറി ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് പുള്ളിക്കാരൻ റേറ്റ് കുറയ്ക്കാത്തതുകൊണ്ട് നമ്മൾ അടുത്തടുത്ത് നിന്ന് സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അത്യാവശ്യം അടിപൊളി നല്ല സ്ഥലമായിരുന്നു. അമ്മയും കുഞ്ഞുമൊക്കെ കാറിലായിരുന്നു വന്നിട്ടുള്ളത്. നമ്മൾ പിന്നെ കുറച്ച് നല്ല തണലെത്തിയപ്പം കണ്ണനുണ്ണിയെ നമ്മുടെ കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ഭയങ്കര അലമ്പായിരുന്നു സ്കൂട്ടറിൽ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു. നമ്മൾ വേറൊരു അടുത്തായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ പോകാനിരുന്നത്. പിന്നെ അവിടെ നിന്ന് ക്ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ ലച്ചിവാലയിലോട്ട് വന്നത്. ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുള്ളപ്പോൾ നമ്മൾ വെൽ പ്ലാൻഡ് ആയിരുന്നു വന്നിട്ടുള്ളത്. കാരണം നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്ത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു വന്നിട്ടുള്ളത്. മുന്നേ വന്നപ്പോഴും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുക, കഥയൊക്കെ പറയുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. ഈ വെള്ളത്തിനൊക്കെ ഒടുക്കത്തെ തണുപ്പാണ്. നമ്മൾ അന്ന് വന്നപ്പോഴും നല്ല ചൂടുള്ള ടൈമിലായിരുന്നു വന്നത്. മെയിനായിട്ടും വന്നത് സാജൻ്റെയും ദർശനയുടെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ജസ്റ്റ് ഒരു മെറ്റേണിറ്റി ഷൂട്ട് പോലെ. അപ്പോൾ നന്ദുവാണ് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം എടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറിയൊക്കെ വെക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തട്ടിക്കൂട്ടി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഓരോരുത്തരും ഓരോരോ ഫുഡൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ ഈ വെള്ളത്തിൽ ഒരുപാട് നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. സാജനും നന്ദുവൊക്കെ മീനൊക്കെ എങ്ങനെ പിടിക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലൊക്കെയാണ്. പക്ഷെ ഒന്നും നടന്നില്ല. സ്ഥലമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത്യാവശ്യം നല്ല സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ കണ്ണനുണ്ണിയും വൈകിയും ഭയങ്കര കളിയായിരുന്നു. വൈകിക്ക് പിന്നെ കണ്ണനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും വേണ്ട. അങ്ങനെ അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ലാസ്റ്റ് വെള്ളത്തിലിറങ്ങി. ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. കാരണം നമ്മളിവിടെ വരുവാന്ന് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നന്ദു ഇട്ടിരുന്ന ഷർട്ട് ഊരിയിട്ട് പാൻറ് ഇട്ടുകൊണ്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാജനൊന്നും ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് വണ്ടി ജസ്റ്റ് ഒരു പണി തന്ന്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി. ഈ വഴി ഒരുപാട് കറിവേപ്പിലൊക്കെ ഉണ്ട്. നന്ദുവും കാട്ടിൽ നിന്ന് കറിവേപ്പില വെച്ചിക്കൊണ്ട് വരുന്നുണ്ട്. നന്ദു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ട്രൈബേഴ്സിൻ്റെ വീടൊക്കെയാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.